എന്റെ കൃഷ്ണ, വല്ലാത്തൊരു പരീക്ഷണ ഇത്. ഞാൻ ഇനി എന്താ ചെയ്യാ? അല്ല, താൻ ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞില്ല. എല്ലാം സാറിനും അറിയാവുന്നല്ലേ. ഇതിപ്പോ എങ്ങനെ ശരിയാവാനാ? ഇതറിയുമ്പോ അരുന്ധതി മാഡം വെറുതെ ഇരിക്കുവോ? ഒരിക്കലും നടക്കില്ല. ഒരിക്കലും അവരിതിന് സമ്മതിക്കും തോന്നില്ല. താൻ വെറുതെ ടെൻഷൻ ആവാതെ എല്ലാം നടക്കും. GK വേണ്ടി താൻ പാടും. ഞാനല്ലേ പറയുന്നേ. സർ, അറിയാലോ, അവര് കാരണം എന്റെ ശബ്ദം പോലും ഇല്ലാണ്ടായി പോയതാ. അങ്ങനെ ഒരു ക്രൂരത കാണിക്കാൻ മടിയില്ലാത്തവര് ഇതറിയുമ്പോ അങ്ങനെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒന്നുമില്ലെന്നേ. ഇപ്പോ നമ്മൾ രണ്ടാളും മാത്രമല്ല, അച്ഛനും ഒപ്പമുണ്ട്. പിന്നെ ശ്യാമ ഒരു പാട്ടുകാരിയാണെന്ന് അറിഞ്ഞ ത്രില്ല് അച്ഛന് ഇതുവരെ മാറിയിട്ടില്ല. ആ സ്ത്രീയും മോളുമായിട്ട് ശ്യാമയ്ക്കുള്ള കോൺട്രാക്ട് നിലനിൽക്കുന്നുള്ളത് ശരിയാ. പക്ഷേ തൽക്കാലം ഈ വിവരമൊന്നും അവരറിയാൻ പോകുന്നില്ല. റെക്കോർഡിംഗ് ഒന്നും അവരറിയാൻ പോകുന്നില്ലെന്നേ. ഞാനല്ലേ പറയുന്നത്. പിന്നെ പാട്ട് ഹിറ്റായി കഴിയുമ്പോ അവരറിഞ്ഞോട്ടെ. അപ്പോഴത്തെ കാര്യം ഞാനും അച്ഛനും കൂടി മാനേജ് ചെയ്തോളാം. എനിക്ക് ഉറപ്പുണ്ട്, GK വേണ്ടി ശ്യാമ പാടുന്ന പാട്ട് സൂപ്പർ ഹിറ്റായിരിക്കും. ശ്യാമ അത് അർഹിക്കുന്നുണ്ട്. ഈശ്വരൻ കാണിച്ചെന്ന മാർഗം ഇത്. അല്ലെങ്കിൽ ഇത്രയും നാൾ ശ്യാമയെ കണ്ണൻ അത്രമാത്രം പരീക്ഷിച്ചില്ലേ. ഇനി ഈ കഷ്ടപ്പാടിൽ നിന്നൊക്കെ ഒരു മോചനം, അതിനുള്ള വഴിയാ ഇപ്പൊ തുറന്നിരിക്കുന്ന. ഈ ടെൻഷനൊക്കെ കളഞ്ഞ് താൻ തന്റെ കൃഷ്ണനോട് പ്രാർത്ഥിക്കാം. എല്ലാം നേരെയാവും. അപ്പോ ഓക്കെ അല്ലേ? ടെൻഷനെല്ലാം പോയല്ലോ അല്ലേ? എന്റെ കണ്ണൻ എപ്പോഴും എന്നോടൊപ്പം ഉണ്ട്. പിന്നെ അച്ഛന്റെ സാറിന്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടല്ലോ. പിന്നെ ഞാൻ ടെൻഷൻ ആവുന്ന എന്തിനാ, അല്ലേ? അപ്പോ GK വേണ്ടി പാടാൻ തന്നെ തീരുമാനിച്ചു. ഞാനത് പാടുന്നു. ഇപ്പോഴാ എനിക്ക് ശരിക്ക് സമാധാനായത്. പ്രശസ്ത ഗായിക ശ്യാമയ്ക്ക് ഈ ഉള്ളവന് വേണ്ടി ഒരു ചായ റെഡിയാക്കി തരുന്നതിൽ വിരോധമുണ്ടോ? പ്രശസ്ത ഗായിക ചായ റെഡിയാക്കാനോ? വെറുതെ എന്റെ ആരാധകരുടെ വെറുപ്പൊന്നും പിടിച്ചു വെക്കണ്ട കേട്ടോ. അയ്യോ, ഈ ആരാധകർ എന്നെ പഞ്ഞിക്കിടൂ. അന്ന് ഞാൻ മേഡത്തെ വിളിച്ചപ്പോ അനുകൂലമായ മറുപടിയാ കിട്ടിയത്. അതുകൊണ്ടാ ഇപ്പൊ ഇവിടേക്ക് നേരിൽ കണ്ട് സംസാരിക്കാന്ന് കരുതി വന്നത്. സാഗര മ്യൂസിക് വർഷങ്ങളായി ഫേമസാ, അറിയാലോ? അറിയാം. വിസ്മയെ കൊണ്ട് പാടിക്കണമെന്നത് ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമാണ്. സന്തോഷം. പാടുന്നതിനായി മാഡം ആവശ്യപ്പെട്ട തുക കൂടുതലാണ്. കൂടുതലെന്ന് പറഞ്ഞാൽ വളരെ വളരെ കൂടുതൽ. ഞാൻ പറഞ്ഞ ക്യാഷ് അത് കിട്ടിയാലേ എന്റെ മോള് പാടൂ. ശരി, ഓക്കെ ഓക്കെ, സമ്മതിച്ചു. എന്തായാലും വിസ്മയ ഞങ്ങൾക്ക് വേണ്ടി പാടണം. പിന്നെ അഡ്വാൻസ് 1 lakh. എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ നാളെ ഞാൻ എത്തും. എല്ലാം ഓക്കെ അല്ലേ? സമ്മതിച്ചു. വിസ്മയ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും പാടും. താങ്ക്സ്. എന്നാ ഞാൻ ഇറങ്ങാം. ശരി. മമ്മി, ഇത്രയും വലിയൊരു തുക പ്രതിഫലം കിട്ടുക പറഞ്ഞ അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല മമ്മി. കിട്ടും മോളെ, ഞാൻ വാങ്ങിയിരിക്കും. അതാ നിന്റെ അമ്മയുടെ മിടുക്ക്. എന്തായാലും ഞാൻ മമ്മിയെ സമ്മതിച്ചിരിക്കുന്നു. സത്യത്തിൽ ഈ മമ്മിയുടെ മകളായിട്ട് ജനിച്ചതാ എന്റെ ഭാഗ്യം. സാഗര മ്യൂസിക് ഫേമസ് കമ്പനിയല്ലേ. അവർക്ക് വേണ്ടി പാടുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നും അല്ല. എന്റെ മോളിനി ഇതല്ല, ഇതിനേക്കാളും ഉയരത്തിലേക്ക് എത്താൻ പോവല്ലേ.
എന്റെ മോൾക്ക് വേണ്ടി ഈ അമ്മ എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാ. ശരിയാ, പക്ഷെ മമ്മി, അവള് ആ ശ്യാമ ഇനി എനിക്ക് വേണ്ടി പാടുവോ? പാടണം, പാടിയേ പറ്റൂ. എനിക്ക് നല്ല സംശയമുണ്ട് മമ്മി, അവൾ ഇതിനെ സമ്മതിക്കില്ല. എന്ന് പറഞ്ഞാ എന്റെ മോളുടെ ഭാവി അവസാനിച്ചെന്നല്ലേ? അതോർത്ത് മോള് ടെൻഷൻ ആവണ്ട. അതെനിക്ക് വിട്ടേക്ക്. എങ്ങനെയും ഏതു വിധേനയും ശ്യാമയെ കൊണ്ട് ഞാനത് സമ്മതിപ്പിക്കും. നിനക്ക് വേണ്ടി ശ്യാമ പാടിയിരിക്കും. ഞാനാ പറയുന്നത്. അഖിയുടെയും ശ്യാമയുടെയും 1ാം വിവാഹ വാർഷികമാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും അത് വളരെ ആഘോഷമായിട്ട് തന്നെ നടത്തണം. ഇവിടെ ആദിയുടെ അരുണിന്റെ വെഡിങ് ആനിവേഴ്സറി വളരെ ഗംഭീരമായിട്ട് നടത്തിയ. ഞാനും ആദ്യേട്ടനും ഇതിനെക്കുറിച്ച് ഇന്നലെ സംസാരിച്ചിരുന്നു. ആദ്യേട്ടന്റെ അഭിപ്രായവും ഇത് തന്നെയായിരുന്നു. അതെ, നടത്തേണ്ടതാ. ഗ്രാൻഡ് ആയിട്ട് തന്നെ നടത്തേണ്ടതായിരുന്നു. പക്ഷേ അവരിപ്പോ ഈ വീട്ടിലില്ലല്ലോ. ഇവിടെ കയറില്ലെന്ന വാശിയല്ലേ? വെറുതെ നാണം കേടണോ? അതാണ് പോയിന്റ്. അങ്ങനെ ഒരു ആഘോഷത്തിന്റെ ആവശ്യമേ ഇല്ല. വിവാഹ വാർഷികം എന്ന് പറഞ്ഞാ അത് അഖിയുടെ മാത്രമല്ലല്ലോ, ആ ശ്യാമയുടെയും കൂടിയല്ലേ. ദരിദ്രവാസിയായി അവളെ എന്റെ അഖിയുടെ തലയിൽ കെട്ടിവെച്ചതാ. അതാ നിങ്ങൾ എല്ലാരും കൂടി ചെയ്ത ആദ്യത്തെ തെറ്റ്. ഈ കുടുംബത്തോടൊപ്പം നിൽക്കാൻ അവൾക്ക് എന്ത് സംസ്കാരമുള്ളേ? അതും പോട്ടെ, ഇങ്ങനെ വലിയൊരു ആഘോഷം നടക്കുമ്പോ റിച്ചായ നമ്മുടെ അതിഥികളുടെ മുന്നില് ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കാനെങ്കിലും ഉള്ള സൗന്ദര്യം അതെങ്കിലും ആ ശ്യാമയ്ക്കുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. പണവും പദവിയും സൗന്ദര്യവും ഒന്നും വച്ചല്ല ഒരാളെ അളക്കേണ്ടത്. സ്വഭാവശുദ്ധിയ, അതാണ് പ്രധാനം. കുടുംബത്തിലെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്സ്, ആ സ്നേഹം, അതാ നമ്മൾ കാണേണ്ടത്. അച്ഛൻ പറഞ്ഞതുപോലെ ശ്യാമയ്ക്ക് അത്രയ്ക്ക് കുടുംബസ്നേഹം ഉണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിലേ അവള് അഖിയെ നമ്മുടെ അമ്മയിൽ നിന്ന് അകറ്റി ഇവിടുന്ന് കൊണ്ടുപോവോ? അമ്മ ഇങ്ങനെ വേദനിപ്പിക്കോ? ശരിയാ, ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന്റെ ഈ സ്വഭാവം അത് ഇനിയെങ്കിലും അവസാനിപ്പിക്കുന്നതാണ് നല്ലത് കേട്ടോ. ശ്യാമയെ പോലെ ഒരു മരുമകളായി ഈ വീട്ടിൽ കയറി വന്നോളാ നീയും. ഒരുപക്ഷെ നാളെ നിനക്കും ഈ അവസ്ഥ വന്നുകൂടാന്നില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാ. പിന്നെ താൻ നേരത്തെ പറഞ്ഞില്ലേ പണത്തിന്റെയും സംസ്കാരത്തിന്റെയും സൗന്ദര്യത്തിന്റെയും കാര്യം. നിങ്ങൾ പലരുടെയും കണ്ണുകൾ കൂടെ നോക്കുമ്പോൾ ശ്യാമയ്ക്ക് ഇപ്പൊ അങ്ങനെ പല കുറവുകളും തോന്നാം. പക്ഷേ നാളെ താൻ ഈ പറഞ്ഞതെല്ലാം മാറ്റി പറയേണ്ടി വരും, അത് ഉറപ്പാ. വസുവിനോ തനിക്കിപ്പോ ഓശാന പാടുന്ന ഇവൾക്കോ ശരിക്കും ശ്യാമ ആരാണെന്ന് അറിയില്ല, അതാ സത്യം. ശ്യാമ തന്റെ അനിയത്തിയാണെന്ന് ഇവളും എന്റെ മരുമകളാണെന്ന് വസു അഭിമാനത്തോടെ പറയുന്ന ഒരു ദിവസം വരും. അതിനി അധികകാലം വേണ്ടി വരില്ല. ഞാനാ പറയുന്നത്, അത് നടന്നിരിക്കും. ഈശ്വര, അച്ഛൻ പറഞ്ഞത് അതെന്തായാലും എന്റെ പാവശ്യാമ അത് നടന്നു കിട്ടണേ.
എന്നാൽ ഇനി അഡ്വാൻസ് പ്രൊഡ്യൂസർ തന്നെ നേരിട്ട് നമ്മുടെ ഗായികയ്ക്ക് കൊടുത്തോളൂ. ഭഗവാനെ, എല്ലാം നന്നായി വരണേ. സന്തോഷത്തോടു കൂടി മേടിക്കും മോളെ. മേടിച്ചോ മോളെ. കൃഷ്ണന്റെ അനുഗ്രഹം മോൾക്കൊപ്പം ഉണ്ട്. ദൈവം തന്നെ കഴിവിന് തരുന്ന പ്രതിഫല മേടിച്ചോ. എന്റെ കണ്ണ, എന്റെ ശബ്ദത്തിൽ നിന്ന് എന്നെ ഈ ലോകം അറിയാൻ പോവാ. എങ്ങനെ ഞാൻ നിന്നോട് നന്ദി പറയാ എന്റെ കൃഷ്ണ. കൃഷ്ണ, ഓക്കെ. അപ്പോൾ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ അഡ്വാൻസ് 1 lakh. റെക്കോർഡിംഗ് ഡേറ്റും സമയവും അറിയിക്കാം. ഓക്കെ? ഓക്കെ. ശരി. ഓക്കെ, താങ്ക് യു. ശരി. പുതിയ അഡ്വാൻസ് 1 lakh. ഇനിയേ ഇങ്ങനല്ല, അടിക്കടി അഡ്വാൻസ് വാങ്ങാനുള്ളതാ. 1 lakh അല്ല, ഇതിനേക്കാളും വലിയ തുക. ഇനി വൈകാൻ പാടില്ല. ഉടനെ ശ്യാമയെ കാണണം. ഇതറിയുമ്പോ അവൾ എന്തു പറയൂന്ന് ഓർത്താ എനിക്ക് ടെൻഷൻ. ടെൻഷന്റെ ആവശ്യമില്ല മോളെ. ശ്യാമയുടെ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ. പക്ഷേ പുതിയ മ്യൂസിക് കമ്പനിയാ, നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. നിനക്ക് വേണ്ടി ശ്യാമയാ പാടുന്നതെന്ന് അവിടെ ആരും അറിയാൻ പാടില്ല. ഒരു ചെറിയ സംശയം പോലും ആർക്കും ഉണ്ടാവരുത്. ആദ്യം ശ്യാമയെ സമ്മതിപ്പിക്കാം, പിന്നെ അതിനു വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യാം. വന്നേ, സമയം കളയാനില്ല. ഞാനൊന്ന് ശ്യാമയെ വിളിക്കട്ടെ. എന്റെ കണ്ണ, ഇത് കണ്ടോ? ഇതെനിക്ക് പാടാൻ, എനിക്ക് വേണ്ടി ഇപ്പൊ കിട്ടിയ അഡ്വാൻസാ. കൃഷ്ണ, ഞാൻ കൃഷ്ണ തുളസി എന്നുള്ള പേരില് സിനിമയിൽ പാടാൻ പോവാ. അതും എന്റെ സ്വന്തം ശബ്ദത്തില് ഒരു പാട്ട്. എനിക്കിനി ആരുടെ മുമ്പിൽ തലകുനിക്കണ്ട. എനിക്ക് വേണ്ടി ഞാൻ തന്നെ പാടുന്നു. ഇതിൽ പരൊരു സന്തോഷം എനിക്കിനി എന്താ വരാനുള്ള അല്ലേ? കണ്ടില്ലേ, മുഖത്തെ ആ കള്ളച്ചിരി കണ്ടില്ലേ? എനിക്കറിയാം, എല്ലാം നിന്റെ മായകളാന്ന്. എല്ലാം അറിഞ്ഞിട്ടാ എന്നെ നോക്കി നീ ഇങ്ങനെ ചിരിക്കുന്ന. കള്ള കണ്ണനാ നീ. അപ്പോ ഇത്രയും കാലം
എന്നെ പരീക്ഷിക്കുമായിരുന്നു അല്ലേ? ഉം? ഇനി എല്ലാം നിന്റെ കയ്യിലാ. അറിയാലോ, നിന്റെ ഈ ശ്യാമയുടെ ജീവിതം തന്നെ പാട്ടിന് വേണ്ടിയുള്ളതാ. എന്റെ ഏറ്റവും വലിയ മോഹം അത്. എല്ലാം നീ സാധിച്ചേരണേ കണ്ണ. എല്ലാം കേട്ടോ അല്ലേ? എനിക്കറിയാം, ഇനി എന്റെ കണ്ണിന് എന്നെ കൈവിടില്ല. എനിക്കത് ഉറപ്പാ. ഇത്രയും നിറഞ്ഞ ഭക്തിയുള്ള തന്നെ എങ്ങനെയാ കണ്ണനെ കൈവിടാനാവുക? കണ്ണൻ ശ്യാമയ്ക്കൊപ്പം തന്നെ ഉണ്ടാവും. ഉറപ്പല്ലേ? മമ്മി, അവള് വരുന്നുണ്ട്. നൂലുകെട്ട് സ്ഥലത്തെ പാട്ടിന്റെ കാര്യം പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ട. തന്ത്രത്തിൽ അവളെ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്താ കാണണമെന്ന് പറഞ്ഞ്? ഫംഗ്ഷന് ശ്യാമയുടെ പാട്ട് നന്നായിരുന്നു. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെയുള്ള അവസരങ്ങൾ തരാം. അല്ല, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തിട്ടും ശ്യാമ ഒന്നും പറഞ്ഞില്ല. എന്തിനാ എന്നെ വിളിച്ചേ? കാര്യം പറയൂ. അത് ശ്യാമേ, ഞാനൊരു മ്യൂസിക് കമ്പനിയുമായി ഒരു പുതിയ കരാർ ഒപ്പിട്ടു. അതിനെന്താ, നല്ല കാര്യല്ലേ? അത് പാടാനാ. ഒപ്പിട്ടതല്ലേ, പാടണം. നീ എന്താ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെ സംസാരിക്കണം? അതല്ലല്ലോ പതിവ്. ഞങ്ങൾ പാടാൻ കരാർ ഒപ്പിടുന്നു, നീ വന്ന് പാടുന്നു. ആ പതിവ് ഇനി നടക്കില്ല. എന്താ പറഞ്ഞേ? എന്തിന്റെ പേരിലായാലും ശരി, എനിക്ക് വേണ്ടി അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി പാടാൻ എന്നെ കിട്ടില്ലാന്ന്. ശ്യാമേ, അങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കണോ? ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. ആ തീരുമാനം പണ്ടേ എനിക്കുള്ളതാ. പക്ഷേ അതങ്ങോട്ട് ഉറപ്പിച്ചു പറയാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. ദേ, ഇപ്പൊ ഇവിടെ വെച്ച് രണ്ടുപേരോടും ഞാൻ തീർത്ത് പറയാ, ഇനി ഇവക്ക് വേണ്ടി പാടാനെന്നും പറഞ്ഞ് എന്റെ അടുത്ത് നിങ്ങൾ വരരുത്. ദൈവം അനുഗ്രഹിച്ചു തന്നത് എന്റെ ഈ ശബ്ദം. ഇനി മറ്റൊരാളുടെ കാൽക്കൽ ഞാനത് അടിയറവ് വയ്ക്കില്ല. എന്റെ കയ്യിലുള്ള ഈ എഗ്രിമെന്റിന്റെ കാര്യം നീ മറന്നോ? അത് വെച്ച് നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ പൂട്ടും. ഒന്നും സംഭവിക്കില്ല. ആ എഗ്രിമെന്റ് വെച്ച് നിങ്ങൾക്കിനി എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് ഒന്നുമില്ല. അതൊരു ഓലപ്പാമ്പായിരുന്നു എന്ന് എനിക്കിപ്പോ ബോധ്യായി. ഓ, നീ ഇത്രയ്ക്ക് ധൈര്യം കാണിക്കണമെങ്കിൽ അതിന് പിന്നിൽ ആ ആനന്ദവർമ്മയാ. എന്താ, അത് പാടില്ലേ? അദ്ദേഹം എന്റെ ഭർത്താവിന്റെ അച്ഛനാ, എന്റെ അച്ഛൻ. അപ്പൊ ഓക്കെ, രണ്ടാൾക്കും ഇനി ഒന്നും പറയാനില്ലല്ലോ. എന്നാ ഞാൻ പോയിക്കോട്ടെ. നിക്ക്. തീരുമാനം ഉറച്ചതാണോ? അതെ. എന്താ? ഈ തീരുമാനത്തിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും.